പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും വീഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കാരുണ്യവാനായ കർത്താവേ, വാക്കിലും പ്രവൃത്തിയിലും പ്രീതികരമായി ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന ഞങ്ങളൊന്ന് ഇറങ്ങി സ്തുതിച്ച് ആരാധിച്ച് മാത്രം പ്രത്യേകിക്കുന്നത് ഞങ്ങളുടെ ആത്മാവിനെ നൽകി ഞങ്ങളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തുന്ന കാരുണ്യവാനായ കർത്താവേ, ഞങ്ങളങ്ങേ സ്തുതിച്ച് ആരാധിച്ച് മാത്രപ്പെടുന്നു. പരിധികളില്ലാതെ ആത്മാവിന് നിറഞ്ഞ ഞങ്ങളുടെ ശുശ്രൂഷകൾ ചെയ്യുവാൻ ഞങ്ങളുടെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. കാരുണ്യവാനായ കർത്താവേ, വിശ്വസ്തത സ്നേഹിതനെ പോലെ ജീവിതം നയിക്കണം. അതിനേക്കാൾ അമൂല്യമായി മറ്റൊന്നുമില്ലെന്നും വിശ്വസ്തത ഏറ്റവും വലിയ കാര്യമാണെന്നും അതുകൊണ്ട് സ്നേഹിതരെ പരീക്ഷിച്ചറിഞ്ഞ് മാത്രമേ സ്വീകരിക്കാമെന്നും ഞങ്ങളെ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുന്നു. കഷ്ടദിനത്തിൽ അവരായിരിക്കും നിനക്ക് തുണയായിരിക്കുകയെന്ന്. അതുകൊണ്ട് സ്നേഹിതനെ സ്വീകരിക്കുമ്പോൾ പരീക്ഷിച്ചറിഞ്ഞ് സ്വീകരിക്കുവാനായിട്ട് ഞങ്ങളെ ഓരോരുത്തർ ഓർമ്മിപ്പിക്കുന്ന കാരുണ്യവാനായ കർത്താവേ, ഞങ്ങളങ്ങേ സ്തുതിച്ച് ആരാധിച്ച് മഹത്വപ്രത്യേകിക്കുന്നതെന്ന് ഇവിടെ വിശ്വസ്തനായ സ്നേഹിതൻ ബലിഷ്ഠമായ സങ്കേതമാണ്. അവനെ കണ്ടെത്തിയവൻ നിധി കണ്ടെത്തിയിരിക്കുന്നുവെന്നും വിശ്വസ്ത സ്നേഹിതനെ പോലെ അമൂല്യമായ ഒന്നുമില്ലെന്നും വിശ്വസ്തനായ സ്നേഹിതൻ ജീവിതാമൃതമാണെന്നും അവൻ്റെ സൗഹൃദം ദൃഢമാണെന്നും ഞങ്ങളെ ഓരോരുത്തരെ ഓർമ്മിപ്പിക്കും. ഞങ്ങളുടെ സൗഹൃദങ്ങളെ ഞങ്ങൾ പരിശോധിക്കുവാനും സൗഹൃദത്തിൽ അങ്ങയെ കൈവിടാത്ത വിധത്തിലുള്ള സൗഹൃദമായിരിക്കുവാനും അങ്ങയുടെ വഴികളിലൂടെ ഞങ്ങളുടെ ജീവിതത്തെ നയിക്കുവാനും ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കണം. കർത്താവേ, അങ്ങയുടെ ചട്ടങ്ങളും വഴികളും ഞങ്ങളെ പഠിപ്പിക്കുകയും അവസാനം വരെ അത് പാലിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യും. ഈശോയെ, കുടുംബജീവിതത്തെക്കുറിച്ച് ഓർപ്പിക്കുമ്പോഴും ദമ്പതികൾ പരസ്പരം സ്നേഹിക്കാൻ വിളിക്കപ്പെട്ടവരാണെന്നും അതിലുപരി മറ്റൊന്നുമില്ലെന്നും പരസ്പരം ശുശ്രൂഷിക്കാനുള്ളവരാണെന്നും ബോധ്യം നൽകി അനുഗ്രഹിക്കണം. ദൈവം യോജിപ്പിച്ച മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ എന്ന് പറയുമ്പോൾ ഇന്ന് എത്രയോ ദമ്പതികളാണ് നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി ജീവിതം തുലച്ചു കളയുന്നത്. അവരെ ഏൽപ്പിച്ച ബന്ധങ്ങളെ വിച്ഛേദിച്ചുകൊണ്ടുപോകുന്നു, മക്കളെ തെരുവിൽ ഇറക്കുന്നത്. ഇവരെല്ലാം ഞങ്ങളിൽ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കാരുണ്യവാനായ കർത്താവേ, നിങ്ങളുടെ ഹൃദയകാഠിന്യം കൊണ്ട് മോശ പറഞ്ഞ നിയമം കൊണ്ട് നടക്കുന്ന പരിസരെ പോലെ അല്ല, വിവാഹ ജീവിതം പവിത്രമാണെന്ന് കാണിച്ചു കൊടുക്കുക. എല്ലാ ദമ്പതിമാരെയും സമർപ്പിക്കും. അങ്ങയുടെ കാരുണ്യ സ്നേഹവും നിറവും നൽകി അവരെ അനുഗ്രഹിക്കണം. ഇന്നേ ദിനം എല്ലാ ദമ്പതിമാരെയും പ്രത്യേകമായിട്ട് തകർന്ന ദാമ്പത്യ ജീവിതം നയിക്കുന്നവരെയും സമർപ്പിക്കും. അങ്ങയുടെ കരുണയും സ്നേഹത്തോട്ട് മേലൊഴുകി അവരെ വിശുദ്ധീകരിക്കുകയും ശക്തിപ്പെടുത്തി അനുഗ്രഹിക്കുകയും ചെയ്യണം. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി.